ഗൈസ്, കഠിനംകുളത്ത് ആതിര എന്ന സ്ത്രീയുടെ കൊലപാതകമാണല്ലോ ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആതിര റീൽസ് വഴി പരിചയപ്പെട്ട ജോൺസൺ എന്ന യുവാവുമായി പതിയെ പ്രണയത്തിലാവുകയും പിന്നീട് ജോൺസന്റെ കൂടെ ഇറങ്ങി വരുവാൻ ജോൺസൺ നിർബന്ധിച്ചപ്പോൾ ഭർത്താവിനെയും കുട്ടികളെ ഉപേക്ഷിക്കാൻ വരില്ല എന്ന് പറഞ്ഞതിന് ആ ഒരു ദേഷ്യത്തിന് ജോൺസൺ ഈ ആതിരയെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. എനിക്ക് ഈ വിഷയത്തെപ്പറ്റി ഒന്ന് സംസാരിക്കുവാനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കാം. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് രീതിയിലുള്ള വ്യക്തികളെ പറ്റിയാണ്. ഒന്ന്, പാർട്ട്ണറുമായിട്ട് അത്ര സുഖത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കില്ല, അങ്ങനെയുള്ള വ്യക്തികൾ മറ്റൊരു ബന്ധം തേടി പോകുന്നുണ്ടാകാം. ഇനി രണ്ട്, പാർട്ട്ണറുമായിട്ട് അത്രയേറെ സന്തോഷത്തിലുള്ള ഒരു ലൈഫായിരിക്കാം, എന്നിട്ടും മറ്റൊരാളെ തേടി പോകുന്നവരും ഉണ്ടാകാം. പക്ഷേ ഈ രണ്ട് കാറ്റഗറിക്കും കോമണായി ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്, ഡിവോഴ്സ്. കാറ്റഗറി നമ്പർ 1 ഞാൻ പറഞ്ഞല്ലോ, പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ആ ഒരു ബന്ധം വേർപെടുത്തുക, എന്നിട്ട് മറ്റൊരാളെ തേടി പോവുക. ഇനി കാറ്റഗറി നമ്പർ 2 അവരുടെ പാർട്ട്ണറുമായിട്ട് അത്രയേറെ സ്നേഹത്തിലായിരിക്കുമ്പോൾ പോലും അവർക്ക് മറ്റൊരാളെ തേടി പോകണം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവരുടെ പാർട്ട്ണർ അത്രയേറെ അവരെ വിശ്വസിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ ആ ഒരു സ്നേഹവും വിശ്വാസവും ഒരു അഡ്വാൻറ്റേജായി എടുത്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിയെ തേടി പോകുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ട് വള്ളത്തിൽ കാലുകുത്തുന്ന ഒരു സ്വഭാവം. അത് ശരിക്കും പറഞ്ഞാൽ മോശമല്ലേ? അതിലും നല്ലത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റേ വ്യക്തിയുടെ കൂടെ പോകാം. അതല്ലേ അന്തസ്സ്. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഫേസ് ആയിരിക്കില്ലേ ആ ആളുകളുടെ റിയൽ ലൈഫിലുണ്ടാവുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു മുഹമ്മദ് നിഷാലിൻ്റെ. ആ ഒരു വ്യക്തിയുടെ വലയിൽ വീണത് 100 കണക്കിന് സ്ത്രീകളാണ്. എത്രയൊക്കെ അനുഭവങ്ങൾ കണ്ടാലും കേട്ടാലും പിന്നെയും ചങ്ങരം തെങ്ങിൽ തന്നെ എന്ന് പറയുന്നത് പോലെയാണ് ചില ആളുകളുടെ മനസ്സ്. അങ്ങനെയുള്ളവർ വരുന്നത് അനുഭവിക്കുക, അത്രയേ ഉള്ളൂ.